രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൈവറ്റ് ബാങ്കായ ICICI ബാങ്ക് അവരുടെ മിനിമം ബാലൻസ് വർദ്ധിപ്പിച്ചു എന്നൊരു ഇടുത്തി പോലെ വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഓഗസ്റ്റ് മുതൽ ആരംഭിക്കുന്ന പുതിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കാണ് ഇപ്പോൾ ഇത് ബാധകം. 10,000 രൂപ ഉണ്ടായിരുന്ന മിനിമം ആവറേജ് ബാലൻസ് ആണിപ്പോൾ 50,000 ഉയർത്തിയിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ നിലവിലുള്ള ട്രെൻഡിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 5 ഇരട്ടിയാണ് വർധന. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് മതി ഞങ്ങൾക്ക് എന്നാണ് ICICI പോലെയൊരു ബാങ്ക് കരുതുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമല്ലേ? ചുരുക്കം പറഞ്ഞാൽ ലോ വാല്യൂ കസ്റ്റമേഴ്സ് ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഇങ്ങനെ ചെയ്യുന്നത്? മിനിമം ആവറേജ് ബാലൻസ് നിയമങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ICICI ബാങ്കിൻ്റെ ഈ ഒരു നടപടി വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഈ ഒരു മാറ്റം സ്ഥിരീകരിക്കുന്നുണ്ട്. മെട്രോ നഗരങ്ങളിലും അർബൻ ലൊക്കേഷനുകളിലും ഈ ഒരു മിനിമം ബാലൻസ് 50,000 രൂപയും സെമി അർബൻ ലൊക്കേഷനുകളിൽ ഇത് 25,000 രൂപയായും റൂറൽ ലൊക്കേഷനുകളിൽ മിനിമം ബാലൻസ് 10,000 രൂപ ആയിട്ടുമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ബാലൻസിൽ നിന്നും എത്രയാണോ ഷോർട്ട് ഫോൾ വരുന്നത് അതിൻ്റെ 6%, 500 രൂപയോ ഏതാണ് കുറവ് വരുന്നത് അതായിരിക്കും ഇനി ചാർജ് ചെയ്യുന്ന പെനാൽറ്റി. ഏകദേശം 1 ദശകത്തിലധികമായി ബാങ്ക് മിനിമം ബാലൻസ് റിവൈസ് ചെയ്തിട്ട് അന്നത്തേതിൽ നിന്നും പെർ ക്യാപിറ്റ ഇൻകം ഏകദേശം ഇരട്ടിയായി എന്നാണ് ഇതിനൊരു കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതേ കാരണങ്ങളും ഇതേ ചുറ്റുപാടുകളും തന്നെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും ഉള്ളത്. അവർ എന്താണ് ചെയ്തത്? 2020 തന്നെ SBI അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ആവറേജ് ബാലൻസ് റിക്വയർമെൻറ്റ് വേവ് ചെയ്തിരുന്നു. ജൂലൈ 2025 മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് മുതലായ ബാങ്കുകളും SBIയുടെ ചുവട് പിടിച്ച് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പെനാൽറ്റി അടിക്കുന്ന ഏർപ്പാട് നിർത്തി. മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളും ഈ ഒരു വഴിക്ക് വലിയ താമസമൊന്നുമില്ലാതെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു സമയത്താണ് ICICI ബാങ്ക് അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു കടുത്ത തീരുമാനവുമായി വന്നിരിക്കുന്നത്. മാർക്കറ്റ് കണ്ടീഷൻസ് അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ICICI ഇങ്ങനെയൊരു ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്ന് തോന്നിക്കുന്ന ഒരു തീരുമാനവുമായി വന്നത്? സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് പോലെയുള്ള മൾട്ടിനാഷണൽ ബാങ്കുകൾ നേരത്തെ തന്നെ ഇങ്ങനെ മിനിമം ബാലൻസ് കൂട്ടിയിരുന്നു. ICICI ബാങ്കും ഏതാണ്ട് ആ ഒരു പാത തന്നെയാണോ പിന്തുടരുന്നത്? അങ്ങനെ വേണം കരുതുവാൻ. ബാങ്കിങ് സെക്ടറിൽ ഉള്ളവർ പോലും എന്തുകൊണ്ട് ICICI ബാങ്ക് ഇങ്ങനെ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അജ്ഞരാണ്. എന്നാൽ അവരും ഇപ്പോൾ ധരിക്കുന്നത് ICICI ബാങ്ക് ലോ വാല്യൂ കസ്റ്റമേഴ്സിനെ പതിയെ വീഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ നടപടി എന്നാണ്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് BSBDA ഇങ്ങനെ ഒരു സേവിങ്സ് അക്കൗണ്ടുകൾ ഉണ്ട്. നേരത്തെ നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്നായിരുന്നു ഈ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് പേരിട്ടിരുന്നത്. ഇപ്പോൾ നോ ഫ്രിൽ അക്കൗണ്ടുകളെ BSBDA അക്കൗണ്ടാക്കി മാറ്റുവാൻ RBI നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് ബാധകമല്ല. എന്നാൽ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ, പരമാവധി സൂക്ഷിക്കാവുന്ന പണത്തിൻ്റെ കാര്യത്തിൽ, ടോട്ടൽ ഡെബിറ്റ് എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒക്കെ ചില നിബന്ധനകൾക്ക് വിധേയമാണ് ഈ BSBDA അക്കൗണ്ടുകൾ. ഓരോരോ ബാങ്കുകളും പല ഓമന പേരും ഇട്ടാണ് ഈ BSBDA അക്കൗണ്ടുകളെ വിളിക്കുന്നത്. ബാങ്കുകൾ കൊടുക്കുന്ന സാലറി അക്കൗണ്ടുകൾക്കും പൊതുവെ മിനിമം ബാലൻസ് നിഷ്കർഷിക്കാറില്ല. 2018 ICICI ബാങ്കിൻ്റെ CEO ആയി സന്ദീപ് ബക്ഷി ചാർജ് എടുത്തതിന് ശേഷം സാധാരണതയിൽ നിന്നും വ്യത്യസ്തമായി ICICI ബാങ്ക് ഒരു ലോ പ്രൊഫൈലാണ് സൂക്ഷിക്കുന്നത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് ഇന്നൊവേഷൻ, ഒപ്പം ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് വികസിപ്പിക്കുന്നതിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. എന്നാൽ ഈ പുതിയ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറേ അധികം ചാർജുകൾ ഒഴിവാക്കി ഒരു പുതിയ പ്രോഡക്റ്റ് പോലെ അവതരിപ്പിക്കുന്നു എന്നാണ് ബാങ്കിങ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് സൂചിപ്പിക്കുന്നത് എല്ലാവിധ സർവീസ് ചാർജുകളും, ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജസ്, ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജസ്,
ക്യാഷ് അക്സെപ്റ്റർ, റീസൈക്ലർ മെഷീൻസ്, ATM ഇൻ്റർചേഞ്ച് ചാർജസ് എല്ലാത്തിനും ഇപ്പോഴും ചാർജുകൾ ബാധകമാണ് എന്ന് തന്നെയാണ്. ഈ ഒരു നടപടി കൊണ്ട് ബാങ്ക് എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? പെർ അക്കൗണ്ട് റവന്യൂ കൂട്ടുന്നതിനൊപ്പം അക്കൗണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കുന്നതും ബാങ്കിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഇത്രയും വലിയ തുക മിനിമം ബാലൻസായി സൂക്ഷിക്കുക എന്നത് ലോ വാല്യൂ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ സ്വയം ഒഴിവായി പൊയ്ക്കൊള്ളും എന്ന് തന്നെ ആയിരിക്കണം ബാങ്കിൻ്റെ ചിന്ത. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ? ലോവർ ഇൻകം ഗ്രൂപ്പുകളുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്നതാണ് ഇതിൻ്റെ ആദ്യ ആഘാതം. അങ്ങനെയുള്ള ലോവർ ഇൻകം ഗ്രൂപ്പ് വേണമെങ്കിൽ മറ്റു ബാങ്കുകളെ സമീപിക്കട്ടെ എന്നായിരിക്കാം ഒരുപക്ഷെ ബാങ്കിൻ്റെ ഉദ്ദേശ്യം. ICICI ബാങ്ക് അതിസമ്പന്നരായ വ്യക്തികളെയാണ് ലക്ഷ്യം ഇടുന്നത് എങ്കിലും അതെല്ലാം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ചെലവിലാണ് എന്ന് മാത്രം. ഈ ഒരു മൂവ് ബാങ്കിൻ്റെ മാർക്കറ്റ് പെർസെപ്ഷൻ പൊതുസമൂഹത്തിനിടയിൽ നെഗറ്റീവായി മാറിയേക്കാം. കാരണം ബാങ്കിങ് ഇൻക്ലൂഷൻ എന്ന ട്രെൻഡിന് എതിരാണ് ഇത് എന്ന് മാത്രമല്ല, സേവനാനുകൂല്യങ്ങൾ ലഭിക്കാത്ത വലിയ ഒരു വിഭാഗത്തിന് അത് കിട്ടാതെ ആയേക്കാം. മറ്റൊരു കാര്യം, ICICI ബാങ്കിൻ്റെ ഈ ഒരു ഹയർ ത്രഷോൾഡ് അവർക്ക് ലഭിക്കാനിടയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ, പ്രത്യേകിച്ചും ലോവർ ഇൻകം ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഉള്ളവരെ കൂടി നഷ്ടപ്പെടും എന്ന ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. ചുരുക്കത്തിൽ വ്യത്യസ്ത സോഷ്യോ ഇക്കോണമിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അകലം കൂട്ടുവാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് മാത്രമല്ല, ബാങ്കിങ് ഇൻക്ലൂഷൻ എന്ന ട്രെൻഡിന് എതിരുമാണ് ഈ നടപടി. ഇപ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ട് ഹോൾഡർമാരിലെ ലോവർ ഇൻകം ഗ്രൂപ്പുകൾ, ലോ വാല്യൂ കസ്റ്റമേഴ്സ് ഒക്കെ പതിയെ അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.